വെൽക്കം ടു സ്റ്റോറി റൂം. ഇത് റഷ്യൻ കഥകളുടെ 7ാമത്തെ എപ്പിസോഡാണ്. ഈ കഥയുടെ പേര് ദുർമന്ത്രവാദിയായ രാജാവ്. ഒരിടത്ത് സാർ വംശത്തിൽപ്പെട്ട ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഭാര്യയും മകളും ധാരാളം വേലക്കാരും ഉണ്ടായിരുന്നു. ആൾ ഒരു സുഖിമാനാണ്. കൂട്ടത്തിൽ ദുർമന്ത്രവാദവുമുണ്ട്. ഒരിക്കൽ കൊട്ടാരത്തിൽ ഒരു വലിയ സദ്യ നടത്തി. അതിലേക്ക് നഗരത്തിലെ ധനവാന്മാരെയും കൃഷിക്കാരെയും സാധാരണക്കാരെയും ക്ഷണിച്ചിരുന്നു. സദ്യ ആരംഭിച്ചപ്പോൾ രാജാവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: എൻ്റെ കണ്ണിൽപ്പെടാതെ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അയാൾക്ക് എൻ്റെ മകളെയും പാതി രാജ്യവും ഞാൻ നൽകുന്നതാണ്. കൂടാതെ എൻ്റെ കാലശേഷം അയാളായിരിക്കും സിംഹാസനത്തിൻ്റെ അവകാശി. ഇതു കേട്ട് അവിടെ കൂടിയവർ മിണ്ടാതെയിരുന്നു. ഒരു ധീരനായ യുവാവ് വെല്ലുവിളി സ്വീകരിച്ചു. അല്ലയോ സാർ തിരുമേനി, അങ്ങയുടെ കണ്ണിൽപ്പെടാതെ ദൂരെ പോയി ഒളിച്ചിരിക്കാൻ എന്നെ കൊണ്ട് കഴിയും. ശരി, എന്നാൽ അതുതന്നെ നടക്കട്ടെ. പോയി ഒളിച്ചോളൂ. നാളെ നിന്നെ അന്വേഷിക്കും. കണ്ടുപിടിച്ചു പോയാൽ നിന്റെ തല ഉടലിൽ നിന്ന് വേർപെടുമെന്ന് ഓർത്തുകൊള്ളുക. ആ ധീരൻ കൊട്ടാരം വിട്ട് പട്ടണത്തിലൂടെ യാത്രയായി. നടന്നു നടന്ന് അവസാനം ഒരു സന്യാസിയുടെ ആശ്രമത്തിലെത്തി. അവിടെ ആരും കാണാതെ ഒരു മൂലയിൽ ഒളിച്ചിരിപ്പായി. ഇവിടെ വന്ന് ആരും എന്നെ കണ്ടുപിടിക്കുകയില്ല, അവൻ വിചാരിച്ചു. പിറ്റേന്ന് കാലത്ത് ദുർമന്ത്രവാദിയായ രാജാവ് ഉണർന്ന് മന്ത്രവാദത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു. യുവാവ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നറിയാൻ ഗ്രന്ഥമെടുത്ത് പകുത്തു നോക്കി. അപ്പോൾ ഇങ്ങനെ തെളിഞ്ഞു: ആ ധീരനായ ചെറുപ്പക്കാരൻ നഗരം വിട്ട് അകലെയുള്ള സന്യാസി മഠത്തിൻ്റെ ഒരു കോണിൽ ഒളിച്ചിരിപ്പുണ്ട്. രാജാവ് വേഗം സേവകന്മാരെ വിളിച്ചു വരുത്തി. സ്ഥലം പറഞ്ഞു കൊടുത്തിട്ട് ചെറുപ്പക്കാരനെ പിടിച്ചു കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. സേവകന്മാർ ചെന്ന് യുവാവിനെ പിടികൂടി സാറിൻ്റെ മുൻപിൽ ഹാജരാക്കി. നിന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞു, ഇനി ശിക്ഷ അനുഭവിച്ചോളൂ എന്നു പറഞ്ഞ് സാർ വാളെടുത്ത് യുവാവിൻ്റെ തലവെട്ടി താഴെയിട്ടു. ഈ ദുഷ്പ്രവൃത്തി കൊണ്ട് സാറിന് വളരെ സന്തോഷം കിട്ടി. അടുത്ത ദിവസം സാർ സദ്യയ്ക്കുള്ള ഏർപ്പാട് ചെയ്തു. പട്ടണത്തിലുള്ള പ്രഭുക്കന്മാരെയും കൃഷിക്കാരെയും സാധാരണക്കാരെയും ക്ഷണിച്ചു വരുത്തി. എന്നിട്ട് പഴയ പോലെ വിളംബരം ചെയ്തു: എൻ്റെ കണ്ണിൽപ്പെടാതെ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കാൻ ആർക്കെങ്കിലും കഴിവുണ്ടെങ്കിൽ അയാൾക്ക് എൻ്റെ മകളെയും രാജ്യത്തിൻ്റെ പകുതിയും ഞാൻ നൽകുന്നതാണ്. അവിടെ കൂടിയിരുന്നവരിൽ ആരും തന്നെ ഇതിനു തയ്യാറായില്ല. ഒടുവിൽ ചങ്കൂറ്റമുള്ള ഒരു യുവാവ് എഴുന്നേറ്റ് പറഞ്ഞു: തിരുമേനി, അങ്ങേക്കു പിടിതരാതെ ഒളിച്ചിരിക്കാൻ എന്നെ കൊണ്ട് കഴിയും. ശരി, എന്നാൽ അതുതന്നെ കാണട്ടെ. കണ്ടുപിടിച്ചു പോയാൽ നിന്റെ തല തെറിക്കുമെന്ന് ഓർമ്മയിരിക്കട്ടെ. യുവാവ് രാജമണ്ഡപത്തിൽ നിന്ന് പുറപ്പെട്ടു. പട്ടണം വിട്ട് ദൂരത്തേക്ക് നടന്നു. നടന്ന് ഒടുവിൽ ഒരു വലിയ പത്തായപ്പുരയിലെത്തി. എന്നിട്ട് അവിടെ കണ്ട വൈക്കോൽ തുറുവിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കാൻ നിശ്ചയിച്ചു. അവിടെ ഇരുന്നാൽ സാർ ഒരിക്കലും തന്നെ കണ്ടുപിടിക്കുകയില്ലെന്ന് അയാൾ വിചാരിച്ചു. ദുർമന്ത്രവാദിയായ രാജാവ് പിറ്റേന്നു രാവിലെ ഉണർന്ന് മന്ത്രവാദം നടത്തി. യുവാവ് ഒളിച്ചിരിക്കുന്ന സ്ഥലം തെളിഞ്ഞുകിട്ടി. വേഗം ഭടന്മാരെ വിളിച്ച് ആ സ്ഥലം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഭടന്മാർ ചെന്ന് നോക്കിയപ്പോൾ യുവാവ് തുറുവിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നു. അവർ അയാളെ പിടികൂടി രാജസന്നിധിയിൽ ഹാജരാക്കി. രാജാവ് മൂർച്ചയുള്ള വാളെടുത്ത് അയാളുടെ കഴുത്ത് വെട്ടി. 3ാം തവണയും സാർ രാജാവ് സദ്യയൊരുക്കി. എല്ലാവരും ഊണിന് നിരന്നിരുന്നപ്പോൾ പഴയ പോലെ വിളംബരം ചെയ്തു. ഉടനെ ഒരു യുവാവ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു: തിരുമേനി, അങ്ങറിയാതെ ഒളിച്ചിരിക്കാൻ എന്നെക്കൊണ്ടാകും. പക്ഷേ എനിക്ക് 3 അവസരം തരണം.
ശരി, സമ്മതിച്ചിരിക്കുന്നു, സാർ രാജാവ് പറഞ്ഞു. യുവാവ് രാജാവിൻ്റെ സ്വീകരണശാലയിൽ നിന്നിറങ്ങി തെരുവിലൂടെ നടന്നു. നടന്ന് ഏറെ ദൂരമായപ്പോൾ അവൻ കറുത്ത വാലുള്ള ഒരു കീരിയായി മാറി. എന്നിട്ട് ഓട്ടം തുടങ്ങി. ഓടി ഓരോ വേരും ഓരോ തടിയും കടന്ന് അവസാനം സാർ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ ജനൽപ്പടിയിലെത്തി. അവിടെ വെച്ച് ചിത്രശലഭമായി മാറി തുള്ളിക്കളിച്ചു പറന്നുപോയി. പിന്നെ കഴുകനായി മാറി രാജകുമാരിയുടെ അറയുടെ ജനലിലൂടെ പറന്നു കയറി. കഴുകനെ കണ്ട് രാജകുമാരിക്ക് കൗതുകമായി. എത്ര സുന്ദരനായ കഴുകൻ, എത്ര വിശേഷപ്പെട്ട കഴുകൻ, അവർ വിചാരിച്ചു. ഉടനെ കഴുകൻ നിലത്തേക്ക് ചാടിയിറങ്ങി. നിമിഷത്തിനകം സുന്ദരനായ ഒരു ചെറുപ്പക്കാരനായി തീർന്നു. രാജകുമാരി അവനോടൊത്ത് ഭക്ഷണം കഴിക്കുകയും നൃത്തം വയ്ക്കുകയും ചെയ്തു. പിന്നെ ആ ധീര യുവാവ് ഒരു സ്വർണമോതിരമായി മാറി. അതെടുത്ത് രാജകുമാരി വിരലിലണിയുകയും ചെയ്തു. ദുർമന്ത്രവാദിയായ രാജാവ് പഴയപടി പ്രശ്നം വെച്ചു നോക്കി. അപ്പോൾ യുവാവ് അവിടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലായി. സാർ രാജാവ് സേവകന്മാരെ വിളിച്ചു പറഞ്ഞു, പോയി രാജകുമാരിയെ കൂട്ടിക്കൊണ്ടുവരൂ, അല്ലെങ്കിൽ അവളുടെ കയ്യിൽ കിടക്കുന്ന മോതിരം ഊരി വാങ്ങിക്കൊണ്ടുവരൂ. സേവകന്മാർ പോയി രാജകുമാരിയോട് പറഞ്ഞു. രാജകുമാരിയെ കൂട്ടിക്കൊണ്ടു ചെല്ലാൻ തമ്പുരാൻ കൽപ്പിച്ചിരിക്കുന്നു. എന്തിനാണെന്ന് രാജകുമാരി ചോദിച്ചു. ഇല്ലെങ്കിൽ വിരലിൽ കിടക്കുന്ന മോതിരം ഊരി തന്നയച്ചാലും മതി. ഭടന്മാർ ആവശ്യപ്പെട്ട പോലെ രാജകുമാരി മോതിരം ഊരി അവരുടെ കയ്യിൽ കൊടുത്തു. സാർ മോതിരം കയ്യിൽ വാങ്ങി തൻ്റെ ഇടത്തെ തോളിൽ കൂടി നിലത്തെറിഞ്ഞു. അപ്പോൾ ഒരു സുന്ദരനായ യുവാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. രാജാവ് അവനെ നോക്കി പറഞ്ഞു, നിന്നെ കണ്ടുപിടിച്ചിരിക്കുന്നു, ഇനി ചാകാൻ തയ്യാറായിക്കൊള്ളുക. അങ്ങനെയല്ലല്ലോ തിരുമേനി നമ്മുടെ കരാറിൻ പ്രകാരം എനിക്ക് 2 തവണ കൂടി ഒളിക്കാൻ അവകാശമുണ്ട്. ശരി, എന്നാൽ അങ്ങനെ തന്നെ, ചക്രവർത്തി സമ്മതിച്ചു. വിക്രമനായ യുവാവ് ഹാൾ വിട്ട് പുറത്തുപോയി. തുറസായ വയലിൽ ചെന്ന് അവനൊരു ചെന്നായയായി മാറി. ലോകമെല്ലാം ഓടി നടന്ന് ഒടുവിൽ ഒരു കരടിയായി തീർന്നു. പിന്നെ കറുത്ത വാലുള്ള കീരിയായി വേരിലും പൊത്തിലും കയറിയിറങ്ങി. തിരിച്ച് സാറിൻ്റെ കൊട്ടാരത്തിലെത്തി. എന്നിട്ടോ ഒരു ചിത്രശലഭമായി മാറി രാജകുമാരിയുടെ ജനലിനടുത്ത് പറന്ന് കളിച്ചു. പിന്നെ ഒരു കഴുകനായി മാറി മുറിക്കുള്ളിൽ കടന്ന് നിലത്തു ചാടി നിന്നപ്പോൾ സുമുഖനായ ഒരു യുവാവായി മാറി. രാജകുമാരി അവനെ സ്നേഹത്തോടെ സ്വീകരിച്ചു. അവർ ഒന്നിച്ചുണ്ണുകയും ഉല്ലാസപൂർവ്വം നൃത്തം വയ്ക്കുകയും ഉണ്ടായി. പിന്നെ സാറിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനായി യുവാവ് കഴുകനായി മാറി ദൂരെ ഒരു ദിക്കിലേക്ക് പറന്നുപോയി. അപ്പോൾ രാജകുമാരി വിളിച്ചു പറഞ്ഞു, പോയി പുല്ലിൻ്റെ 77ാമത്തെ ദളമായി മാറൂ. ദുർമന്ത്രവാദിയായ രാജാവ് രാത്രി മുഴുവൻ ഉറങ്ങിയിട്ട് കാലത്തെഴുന്നേറ്റ് കുളിച്ചു തോർത്തി. വിളക്കു കത്തിച്ച് മന്ത്രവാദ ഗ്രന്ഥമെടുത്ത് പരിശോധിച്ചു. അപ്പോൾ സംഗതി വ്യക്തമായി. രാജാവ് ഭൃത്യന്മാരെ വിളിച്ച് ആജ്ഞാപിച്ചു, വയലിൽ പോയി കാണുന്ന പുല്ലെല്ലാം പറിച്ചു കൊണ്ടുവരൂ. സേവകന്മാർ അതുപോലെ ചെയ്തു. സാർ രാജാവ് പുല്ല് നല്ലവണ്ണം പരിശോധിച്ചിട്ട് അതിൽ നിന്ന് ഒരു ദളമെടുത്തു. അതു തൻ്റെ ഇടത്തെ തോളിൽ കൂടി നിലത്തേക്ക് എറിഞ്ഞു. അപ്പോൾ സുന്ദരനായ ഒരു യുവാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവനോട് രാജാവ് പറഞ്ഞു, ഇപ്പോൾ നിന്നെ കണ്ടുപിടിച്ച നിലയ്ക്ക് ഇനിയും നിനക്ക് രക്ഷയില്ല, ചാകാൻ തയ്യാറായിക്കോളൂ. യുവാവിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു, കരാർ അനുസരിച്ച് എനിക്ക് ഒരിക്കൽ കൂടി ഒളിക്കാൻ അവകാശമുണ്ട്. എന്നാൽ ആയിക്കൊള്ളൂ. സാർ തലയാട്ടി. ഉടനെ ധീരനായ ചെറുപ്പക്കാരൻ സാറിൻ്റെ കൊട്ടാരം വിട്ട് തെരുവിലെത്തി. വയലിൽ ചെന്ന് ചെന്നായിയായി മാറി ഓടി നീലത്തടാകത്തിലെത്തി. പിന്നെ ഒരു കഴുകനായി മാറി ആകാശത്തിലേക്ക് ഉയർന്ന് പർവ്വതങ്ങളും താഴ്വരകളും കടന്ന് നീണ്ട വയലുകൾ താണ്ടി ഓക്കുമരത്തിലെ പക്ഷിരാക്ഷസന്റെ കൂട്ടിലെത്തി. പക്ഷിരാക്ഷസൻ അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് അവിടെ കയറി താമസമാക്കി.
പക്ഷിരാക്ഷസൻ തിരിച്ചെത്തിയപ്പോൾ ആരോ തൻ്റെ കൂട്ടിൽ കിടക്കുന്നത് കണ്ട് തന്നെത്താൻ പറഞ്ഞു, ഇവനാരാണ് എൻ്റെ കൂട്ടിൽ കയറി കിടന്നുറങ്ങാൻ? പക്ഷിരാക്ഷസൻ അവനെ നഖത്തിനിടയിൽ തോണ്ടിയെടുത്ത് നീലത്തടാകം കടന്ന് ദുർമന്ത്രവാദിയായ രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി ജനൽപ്പടിയുടെ കീഴെ വെച്ചിട്ട് പോയി. അപ്പോൾ യുവാവ് ഒരു ഈച്ചയായി മാറി. അങ്ങനെ രാജാവിൻ്റെ ഹാളിൽ പറന്നു നടന്നു. പിന്നെ ഒരു തീക്കല്ലായി മാറി ഇന്ധനപ്പെട്ടിയുടെ കീഴിൽ ഒളിച്ചു. ദുർമന്ത്രവാദിയായ രാജാവ് രാത്രി മുഴുവൻ ഉറങ്ങി. കാലത്തെഴുന്നേറ്റ് കുളിച്ചു തോർത്തി വിളക്കു കത്തിച്ച് മന്ത്രവാദ പുസ്തകമെടുത്ത് യുവാവ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് പരിശോധിച്ചു. യുവാവ് കഴുകനായി മാറി പക്ഷിരാക്ഷസന്റെ കൂട്ടിൽ കയറി കിടന്നതും രാക്ഷസൻ അവനെ തൂക്കിയെടുത്ത് പുറത്തു കൊണ്ടുപോയതും വരെ തെളിവ് വന്നു. പിന്നെന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയുന്നില്ല. രാജാവ് ഉടനെ ഭടന്മാരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പോയി വയലുകടന്ന് നീലത്തടാകത്തിനപ്പുറത്തെത്തി പച്ച ഓക്കുമരം മുറിച്ച് അതിൻ്റെ ഉള്ളു പരിശോധിക്കണം. ചെറുപ്പക്കാരൻ അതിനുള്ളിൽ കാണും. അങ്ങനെയെങ്കിൽ അവനെ പിടിച്ചു കൊണ്ടുവരൂ. ഭടന്മാർ ചെന്ന് ഓക്കുമരം മുറിച്ചിട്ടു. പക്ഷിയുടെ കൂട് കണ്ടുപിടിച്ച് അവിടമൊക്കെ പരിശോധിച്ചു. പക്ഷെ ചെറുപ്പക്കാരനെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് സാറിനോട് വിവരം പറഞ്ഞു. ഞങ്ങൾ ചെന്ന് ഓക്കുമരം വെട്ടി വീഴ്ത്തി. കൂട് കണ്ടു, പക്ഷേ പയ്യനെ അവിടെ എങ്ങും കണ്ടില്ല. രാജാവ് ഒരിക്കൽ കൂടി ഗ്രന്ഥം നോക്കി. പയ്യൻ അവിടെയുണ്ടെന്ന് വീണ്ടും തീർച്ച വരുത്തി. ഒടുവിൽ രാജാവ് തന്നെ അന്വേഷിക്കാൻ ഇറങ്ങി. പക്ഷേ ഫലം തഥൈവ. പിന്നെ ചെയ്യാവുന്നത് മുഴുവൻ ചെയ്തു. ആ മരം വെട്ടിമുറിച്ച് ചെറിയ കഷണങ്ങളാക്കി എല്ലാം തീയിലിട്ടു കത്തിച്ചു. പയ്യനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവൻ ഇതിൽപ്പെട്ട് ചത്തിരിക്കുമെന്ന് തീർച്ചയാണ്. അങ്ങനെ രാജാവ് ആലോചിച്ചു. പിന്നെ ഭടന്മാരോടുകൂടി കൊട്ടാരത്തിലേക്ക് മടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം കൊട്ടാരത്തിലെ വേലക്കാരി തീ കത്തിക്കാൻ തുടങ്ങി. അവൾ തീക്കല്ലെടുത്ത് ഇന്ധനപ്പെട്ടിയിൽ ഉരച്ചു. ഉടനെ കല്ലു കയ്യിൽ നിന്ന് തെറിച്ച് അവളുടെ ഇടത്തെ തോളു കടന്ന് നിലത്തു വീണു. ഉടനെ ഒരു സുന്ദരനായ യുവാവ് അവിടെ പ്രത്യക്ഷനായി. ചെറുപ്പക്കാരനെ കണ്ട് രാജാവ് വിളിച്ചുകൂവി, ഇതാ ഞാൻ നിന്നെ കണ്ടുപിടിച്ചിരിക്കുന്നു, വേഗം മരിക്കാൻ തയ്യാറായിക്കൊള്ളൂ. അപ്പോൾ യുവാവ് ഇളകാതെ ഇങ്ങനെ മറുപടി നൽകി, അതെങ്ങനെയാണ് തിരുമേനി? എന്നെ കണ്ടുപിടിക്കാൻ അങ്ങേക്ക് 3 ദിവസം തന്നിരുന്നല്ലോ. പക്ഷേ ആ കാലാവധിക്കുള്ളിൽ അങ്ങേക്കത് സാധിച്ചില്ല. ഇപ്പോൾ ഞാൻ സുമനസാലെ വന്നിരിക്കുകയാണ്. അങ്ങയുടെ വാക്കനുസരിച്ച് പാതി രാജ്യവും മകളെയും എനിക്ക് തരൂ. രാജാവിന് ഉത്തരം മുട്ടി. വാക്കുപോലെ പ്രവർത്തിക്കാതെ ഇനി രക്ഷയില്ല. അദ്ദേഹം ആ ധീര യുവാവിന് തൻ്റെ പുത്രിയെ വിവാഹം കഴിച്ചു കൊടുത്തു. രാജ്യത്തിൻ്റെ പകുതിയും അയാൾക്ക് നൽകി. അങ്ങനെ അയാൾ സിംഹാസനത്തിൻ്റെ അവകാശിയായി തീർന്നു. എങ്ങനെയുണ്ട് കഥ? കഥ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി അറിയിക്കുകയും വേണം.